അങ്കമാലിയിൽ വാഹനമിടിച്ച് വിദ്യാർത്ഥിനി ജസ്ലിയ മരിച്ച സംഭവത്തിൽ പ്രതി സിറിയക് ജോർജിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അപകട വിവരം അറിഞ്ഞിട്ടും സിറിയക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും റിമാൻഡ് ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. സിറിയക്ക് ഇന്ന് ജാമ്യാപേക്ഷ നൽകും. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സിറിയക്കിനെ ഇന്നലെ വാഗമണിലെ റിസോർട്ടിൽ നിന്നാണ് പിടിച്ചത്. ഫെബ്രുവരി 28-ന് അങ്കമാലി ടെൽക്ക് ജംഗ്ഷന് സമീപം വെച്ചാണ് ഡോക്ടർ സിറിയക്കിന്റെ കാറിടിച്ച് വൈപ്പിൻ എടവനക്കാട് സ്വദേശി ജസ്ലിയ ജോൺസൺ കൊല്ലപ്പെട്ടത്. അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോംസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ജസ്ലിയ. പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് കോളേജ് ഹോസ്റ്റലിലേക്ക് നടന്നു പോവുകയായിരുന്ന ജസ്ലിയെ പിന്നിൽ നിന്നെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ ജസ്ലിയ ഈ മാസം 3-നാണ് മരണത്തിന് കീഴടങ്ങിയത്. എന്നാൽ അപകടമുണ്ടാക്കിയ കാർ ആലപ്പുഴ തുറവൂരിൽ നിന്നും കണ്ടെത്തിയിട്ടും ഇത് ഓടിച്ചിരുന്ന ഡോക്ടർ സിറിയക്കിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കോട്ടയം അതിരമ്പുഴയിലെ ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. ബന്ധുവീടുകളുള്ള ഇടുക്കിയിലും ഏലപ്പാറയിലും പരിശോധന നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപകടം നടന്ന 6-ാം ദിവസമായിട്ടും ഡോക്ടർ സിറിയക്കിനെ പിടികൂടാത്തതിൽ പോലീസിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായി ഇയാളുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ വാഗമണ്ണിലുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അന്വേഷണം തുടരുകയായിരുന്നു. ഇയാൾക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സിറിയക്കിനെ അറസ്റ്റ് ചെയ്തത്. സിറിയക്കിന്റെ പിതാവ് ജോർജ് മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചതിനാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പിടികൂടിയതിൽ സന്തോഷമെന്ന് ജസ്ലിയുടെ കുടുംബം പ്രതികരിച്ചു. മാക്സിമം ശിക്ഷ വാങ്ങിക്കൊടുക്കുക. കാരണം ക്യാഷ് ഉണ്ടെന്ന് കരുതിയിട്ട് മനുഷ്യജീവന് വിലയില്ലാതാവരുതല്ലോ. മോളവിടെ കിടന്ന് എന്തോരം വേദന സഹിച്ചിട്ടുണ്ടാവും. ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുന്നില്ല. അയാൾ ഒന്നെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങൾക്ക് അയാളോട് ഇത്രയും ദേഷ്യം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഡോക്ടറല്ലേ, ജീവൻ കൊടുക്കേണ്ടതല്ലേ, എന്നിട്ടല്ലേ അതിനവിടെ ഇട്ടിട്ട് പോയത്. എന്തോ അതിൻ്റെ കയ്യിൽ അതിന് ഏറ്റവും ഇഷ്ടമുള്ള കപ്പലണ്ടി മിഠായി വാങ്ങിക്കാൻ വേണ്ടി അതിന് വലിയ ആഗ്രഹമൊന്നുമില്ല, കുഞ്ഞാഗ്രഹം അതുപോലും അതിന് കഴിക്കാൻ പറ്റിയില്ല. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയത് അവിടെ. അപകട സമയം പ്രതി ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണ സംഘത്തിന് കേസിൽ തിരിച്ചടിയാകും. നിലവിൽ മനഃപൂർവ്വമായ നരഹത്യക്കാണ് പോലീസ് കേസെടുത്തത്. ഇടുക്കി, കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.